Hi, welcome to Lash Class. പൊളിറ്റിക്കൽ ഐഡിയാസ് കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസിലെ നാലാമത്തെ മൊഡ്യൂളിലെ തേർഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. മാർക്സിസം എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് കൂടി ഉപയോഗിക്കാവുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കാൾ മാർക്സ് കമ്മ്യൂണിസം അല്ലെങ്കിൽ ശാസ്ത്രീയ സോഷ്യലിസം എന്ന പേരിൽ അവതരിപ്പിച്ചിട്ടുള്ള ആശയമാണ് മാർക്സിസം. അതായത് അദ്ദേഹം അതിനെ മാർക്സിസം എന്ന് വിളിക്കുന്നില്ല, മാർക്സ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആശയം എന്നുള്ള രീതിയിൽ പിന്നീട് ആളുകൾ അതിനെ മാർക്സിസം എന്ന് വിളിക്കുന്നതാണ്. അദ്ദേഹം അതിനെ കമ്മ്യൂണിസം എന്നുള്ള പേരിലാണ് അവതരിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, മൂലധനം എന്നിവയാണ് പ്രധാന ഗ്രന്ഥങ്ങൾ. ഈ രണ്ട് ഗ്രന്ഥങ്ങളിലൂടെയാണ് പ്രധാനമായിട്ട് ഈ കമ്മ്യൂണിസം എന്ന ആശയത്തെ കുറിച്ചിട്ട് കാൾ മാർക്സ് അവതരിപ്പിക്കുന്നത്. മുതലാളിത്ത വ്യവസ്ഥയിലെ ചൂഷണം വിപ്ലവത്തിലൂടെ അവസാനിപ്പിച്ച് വർഗരഹിത ഭരണകൂടരഹിത സമൂഹം സ്ഥാപിക്കാൻ വിഭാവനം ചെയ്യുന്നു. നമുക്കറിയാം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് വ്യവസായ വിപ്ലവവും അതുപോലെ തന്നെ മുതലാളിത്തവും ഒക്കെ ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചൂഷണങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതിനുള്ള ഒരു പ്രതിരോധം എന്നുള്ള രീതിയിലാണ് മാർക്സിസം അവതരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് മുതലാളിത്തത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വർഗരഹിത, അതായത് മുതലാളി വർഗം, തൊഴിലാളി വർഗം, നമ്മൾ മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ് എന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിൽ സമൂഹത്തിൽ വർഗങ്ങളില്ലാത്ത ഒരു സമത്വമുള്ള ഒരു സംവിധാനം സ്ഥാപിക്കാനാണ് മാർക്സിസത്തിനകത്ത് പറയുന്നത്. മാർക്സിസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയമാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അഥവാ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഹെഗലിന്റെ ഡയലക്റ്റിക്സിൽ നിന്ന് പ്രചോദനം. വില്യം ഹെഗൽ എന്നു പേരുള്ള മറ്റൊരു ജർമ്മൻ ഫിലോസഫറുടെ ഡയലക്റ്റിക്സ് എന്ന ആശയത്തിൽ നിന്നാണ് ഇതിന്റെ അടിസ്ഥാനം വരുന്നത്. ആശയ സംഘർഷങ്ങളിലൂടെയാണ് സാമൂഹിക പരിണാമം എന്ന് ഹെഗൽ പറഞ്ഞു. ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷം അത് തിസീസ്, ആന്റി തെസീസ്, സിന്തസിസ് എന്നീ 3 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. അതിലൂടെയാണ് സാമൂഹിക പരിണാമം ഉണ്ടാകുന്നതെന്ന് ഹെഗൽ പറഞ്ഞു. ഉദാഹരണമായിട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പണ്ട് രാജഭരണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. നമുക്കതിനൊരു തിസീസ് ആയിട്ട് എടുക്കാം. അതിനെ എതിർക്കുന്ന മറ്റൊരു ആശയം വരുന്നതാണ് ആന്റി തെസീസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ജനാധിപത്യം എന്നുള്ളൊരു ആശയം കടന്നു വരുന്നു. പിന്നെ സിന്തസിസ് എന്ന് പറയുന്ന സ്റ്റേജിൽ നടക്കുന്നത് ഈ 2 ആശയങ്ങളും തമ്മിൽ യോജിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ജനാധിപത്യത്തിലും ഈ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ തന്നെ വീണ്ടും രാഷ്ട്രീയ നേതാക്കളായിട്ട് വരുന്നതും, പണ്ട് രാജാക്കന്മാരെ ആളുകൾ ആരാധിച്ചിരുന്നത് പോലെ രാഷ്ട്രീയ നേതാക്കളെ ആരാധിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ തരത്തിൽ ഇത് രണ്ടിന്റെ ഒരു സംയോജനം നമുക്കിവിടെ കാണാം. അത്തരത്തിൽ ഒരു ആശയവും അതിനെ എതിർക്കുന്ന ഒരു ആശയവും പിന്നെ അവ തമ്മിലുള്ള ഒരു യോജിപ്പുമാണ് ഈ സാമൂഹിക പരിണാമത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആശയങ്ങളുടെ ഒരു സംഘർഷത്തിലൂടെയാണ് സാമൂഹിക പരിണാമം നടക്കുന്നതെന്നാണ് ഹെഗലിന്റെ ഡയലക്റ്റിക്സിൽ പറയുന്നത്. ഇനി ഭൗതിക സാഹചര്യങ്ങളുടെ സംഘർഷത്തിലൂടെയാണ് സാമൂഹിക പരിണാമം എന്ന് മാർക്സ് പറഞ്ഞു. മാർക്സ് ഇവിടെ ആശയം എന്നത് മാറ്റിക്കൊണ്ട് ഭൗതിക സാഹചര്യങ്ങൾ എന്ന് പറയുകയാണ്. കാരണം ആശയങ്ങൾ രൂപപ്പെടുന്നത് ഭൗതിക സാഹചര്യങ്ങളിലൂടെയാണെന്നാണ് മാർക്സ് പറയുന്നത്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഭൗതികതയാണ് യാഥാർത്ഥ്യം, ആശയങ്ങൾ ഉൾപ്പെടെ എല്ലാം ഭൗതിക സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നു. ബ്രിട്ടീഷുകാരെ എതിർത്തുകൊണ്ട് പല ആശയങ്ങളും രൂപപ്പെട്ടു. നമ്മൾ സ്വദേശീവൽക്കരണം, അതുപോലെ തന്നെ ദേശീയത, സ്വാതന്ത്ര്യം, അങ്ങനെ പല ആശയങ്ങൾ രൂപപ്പെട്ടു. ഈ ആശയങ്ങൾ രൂപപ്പെടാനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുമ്പോഴുള്ള ഇവിടുത്തെ ജീവിത നിലവാരം, അങ്ങനെയുള്ള ഒരു ഭൗതിക സാഹചര്യമാണ് ഈ ആശയങ്ങൾ രൂപപ്പെടാൻ കാരണമായത്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ചൂഷണം ചെയ്തുകൊണ്ട് ദ്രോഹകരമായിട്ട് ഭരിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ ദേശീയവാദവും ദേശീയതയും ഒക്കെ രൂപപ്പെടുത്തുന്നത്. അവരിവിടെ നല്ല രീതിയിൽ എല്ലാവർക്കും സന്തോഷകരമായിട്ട് ന്യായമായിട്ടുള്ള ഒരു ഭരണമാണ് നടത്തിയിരുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ അവിടെ രൂപപ്പെടില്ലായിരുന്നു. അപ്പൊ മാർക്സ് പറയുന്നത് ഈ ആശയങ്ങളുടെ സംഘർഷങ്ങൾ എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് ഭൗതിക സാഹചര്യങ്ങളിലൂടെയാണ്. കാരണം ഈ ഭൗതികമായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള സാഹചര്യങ്ങളാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ആശയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും രൂപപ്പെടുന്നത് എന്ന് മാർക്സ് പറയുന്നു. അപ്പോൾ ആ രീതിയിൽ ഈ ഭൗതിക സാഹചര്യങ്ങളുടെ സംഘർഷത്തിലൂടെയാണ് സാമൂഹിക പരിണാമമെന്ന് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ മാർക്സ് പറഞ്ഞു വെക്കുന്നു. അടുത്തത് മാർക്സിസത്തിൽ വരുന്നത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം അഥവാ ചരിത്രപരമായിട്ടുള്ള ഭൗതികവാദമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിലൂടെ ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു സംവിധാനമാണ് ഇതിൽ വരുന്നത്.
മാർക്സിസ്റ്റ് തിയറിയുടെ അടിസ്ഥാനമാണ്. എല്ലാ സാമൂഹിക പ്രതിഭാസങ്ങളും ഭൗതിക സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, മാർക്സിസം എന്ന് പറയുന്നത് ഒരു ഭൗതികവാദമാണ്, അതായത് മെറ്റീരിയലിസമാണ്. ഈ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ആശയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഉത്ഭവത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ എല്ലാ സാമൂഹിക പ്രതിഭാസങ്ങളുടെയും അടിസ്ഥാനം ഭൗതിക സാഹചര്യങ്ങളാണെന്ന് പറയുന്നു. ഇനി അതിൽ തന്നെ ഒരു സമൂഹത്തിലെ ഉൽപാദന വ്യവസ്ഥയെ ബേസ് എന്ന് വിളിക്കുന്നുണ്ട്. അതായത് ഭൂ ഉടമസ്ഥത, മൂലധനം, സാങ്കേതികത, ഉൽപാദന ബന്ധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, പണ്ട് ജന്മി കുടിയാൻ വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്, പിന്നെ മുതലാളി തൊഴിലാളി വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ആദ്യം ഈ പാട്ട വ്യവസ്ഥയാണ്, പിന്നെ കൂലിയാണ്. അങ്ങനെയുള്ള രീതിയിൽ ഒരു സമൂഹത്തിലെ ഉൽപാദന വ്യവസ്ഥയാണ് ബേസ് എന്ന് വിളിക്കുന്നത്. ഈ ബേസിന്റെ ഫലമായിട്ടാണ് സൂപ്പർ സ്ട്രക്ചർ രൂപപ്പെടുന്നത് എന്ന് മാർക്സ് പറയുന്നു. സൂപ്പർ സ്ട്രക്ചറിനകത്താണ് ഈ ആശയങ്ങളും സിദ്ധാന്തങ്ങളും രാഷ്ട്രീയ വ്യവസ്ഥകളുമൊക്കെ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ആശയപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഉൾപ്പെടെ സൃഷ്ടിക്ക് കാരണമാകുന്നത് എന്നാണ് മാർക്സ് പറയുന്നത്. ഇത് ബേസ്, സൂപ്പർ സ്ട്രക്ചർ എന്നീ രീതിയിലാണ് മാർക്സ് അവതരിപ്പിക്കുന്നത്. ബേസിനകത്ത് വരുന്നത് ഒരു സമൂഹത്തിലെ ഉൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആശയങ്ങളും സിദ്ധാന്തങ്ങളും രാഷ്ട്രീയ വ്യവസ്ഥകളും ഒക്കെ ഈ ഒരു ഉൽപാദന വ്യവസ്ഥയുടെ ഫലമായിട്ടാണ് രൂപപ്പെടുന്നതെന്ന് മാർക്സ് പറയുന്നു. എല്ലാ സാമൂഹിക രാഷ്ട്രീയ പരിവർത്തനങ്ങളുടെയും അടിസ്ഥാനം ഉൽപാദന വ്യവസ്ഥയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ബ്രിട്ടീഷുകാർ നല്ല രീതിയിലാണ് ഇവിടെ ഭരിച്ചിരുന്നുണ്ടെങ്കിൽ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവശ്യം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത്. ആ രീതിയിൽ തന്നെ ജന്മി വ്യവസ്ഥയാണെങ്കിലും രാജഭരണമാണെങ്കിലും മറ്റ് ഏത് സാമൂഹിക സാഹചര്യങ്ങളാണെങ്കിലും അവിടെ ഒരു പരിവർത്തനം ഉണ്ടാകാനുള്ള കാരണമായിട്ട് വരുന്നത് അവിടുത്തെ ഉൽപാദന വ്യവസ്ഥയാണ്. അവിടുത്തെ കാർഷികോൽപ്പന്നങ്ങളായാലും വ്യാവസായിക ഉൽപ്പന്നങ്ങളായാലും അതിന്റെ ഉടമസ്ഥത ആർക്കാണുള്ളത്, അത് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ആ തൊഴിലാളികൾക്ക് എത്ര കൂലി കൊടുക്കുന്നുണ്ട്, അവരെ ചൂഷണം ചെയ്യുന്നുണ്ടോ തുടങ്ങിയതായിട്ടുള്ള ഉൽപാദന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹിക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളാണ് അവിടെ സാമൂഹിക മാറ്റങ്ങളും സാമൂഹിക പരിവർത്തനവും ഉണ്ടാവുന്നതിന് കാരണമാകുന്നത് എന്ന് മാർക്സ് പറയുന്നു. ആ തരത്തിൽ ചരിത്രപരമായിട്ട് ഒരു ഭൗതികവാദം എന്നുള്ള രീതിയിലാണ് മാർക്സ് ഈ ആശയത്തെ അവതരിപ്പിക്കുന്നത്. ഇനി മാർക്സിന്റെ മുതലാളിത്ത വിമർശനത്തിന്റെ പ്രധാനമായിട്ടുള്ള ആശയമായി വരുന്നത് സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ചമൂല്യ സിദ്ധാന്തമാണ്. ഒരു ഉൽപ്പന്നത്തിന് മൂല്യമുണ്ടാകുന്നത് അതിൽ തൊഴിൽ പ്രയോഗിക്കുമ്പോഴാണ്. നമുക്കറിയാം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മരത്തടി എന്ന് പറയുന്ന ഒരു വസ്തു, അതിന് മൂല്യം ഉണ്ടാവുന്നത് അതൊരു കസേരയായിട്ടോ മേശയായിട്ടോ മാറ്റിയെടുക്കുമ്പോഴാണ്. അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് തൊഴിൽ പ്രയോഗിക്കേണ്ടി വരും. എന്നാൽ സൃഷ്ടിക്കപ്പെട്ട മൂല്യത്തിനനുസരിച്ച് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നില്ല. നമുക്കറിയാം, ഒരു മരത്തടിക്കുള്ള വിലയേക്കാളും കൂടുതലാണ് ഒരു കസേരക്കോ മേശയ്ക്കോ ഉള്ള വില. അതങ്ങനെ ആവാൻ ഉണ്ടായ കാരണം അതിനകത്ത് തൊഴിൽ പ്രയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ അധികം വന്നിട്ടുള്ള മൂല്യത്തിന് ആനുപാതികമായിട്ട് അവിടെ ആ തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നില്ല എന്നാണ് മാർക്സ് പറയുന്നത്. ഇത് കേവലം ഒരു കസേരയുടെയോ മേശയുടെയോ മാത്രം കാര്യമല്ല. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ ഉൾപ്പെടെയുള്ള മുതലാളിത്ത വ്യവസ്ഥയ്ക്കകത്തുള്ള എല്ലാ ഉൽപാദനത്തെ കുറിച്ചിട്ടുമാണ് മാർക്സ് പറയുന്നത്. അവിടെ ഈ റോ മെറ്റീരിയൽസ് നമ്മൾ തൊഴിൽ ഉപയോഗിക്കുന്ന സമയത്താണ് അതിന് മൂല്യം വർദ്ധിക്കുന്നത്. ആ മൂല്യത്തിനനുസരിച്ചിട്ട് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നില്ല. അവിടെ വരുന്ന അധിക മൂല്യം മുതലാളിമാരാണ് എടുക്കുന്നതാണ് മാർക്സ് പറയുന്നത്. മൂല്യത്തിലുള്ള ഈ വ്യതിയാനമാണ് സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ചമൂല്യം. ഇതിലൂടെ മുതലാളിത്തം ചൂഷണം ചെയ്യുന്നു. ഈ തരത്തിൽ തൊഴിലാളികളെ മുതലാളിമാർ ചൂഷണം ചെയ്യുകയാണെന്നാണ് മാർക്സ് പറയുന്നത്. കാരണം ഈ തൊഴിലാളികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അവിടെ വസ്തുക്കൾക്ക് മൂല്യമുണ്ടായത്. പക്ഷെ അത് ആ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. മുതലാളിമാരാണ് അത് കൂടുതൽ എടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് മുതലാളിത്ത വ്യവസ്ഥയ്ക്കകത്ത് ചൂഷണം എന്നുള്ളത് ഈ സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ചമൂല്യം എന്നുള്ള തിയറിയിലൂടെ മാർക്സ് പറയുന്നു. അടുത്തത് വരുന്നത് ക്ലാസ് വാർ അല്ലെങ്കിൽ വർഗ സമരമാണ്. എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം വർഗ സമരത്തിന്റെ ചരിത്രമാണ്. നമ്മൾ നേരത്തെ ഡയലക്ടിക്കലിനകത്ത് പറയുകയുണ്ടായി, സംഘർഷങ്ങളുടെ ചരിത്രമാണ് അത് ആശയങ്ങളുടെ ആയാലും ഭൗതിക സാഹചര്യങ്ങളുടെ ആയാലും മനുഷ്യവംശത്തിനുള്ളത് എന്ന്. ഇനി എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം വർഗ സമരത്തിന്റെ ചരിത്രമാണെന്ന് മാർക്സ് പറയുന്നു. അത് ജന്മി കുടിയാൻ എന്നുള്ള അവസ്ഥയാണെങ്കിലും മുതലാളി തൊഴിലാളി എന്നുള്ള അവസ്ഥയാണെങ്കിലും എല്ലാ മനുഷ്യ ചരിത്രത്തിന്റെയും
അടിസ്ഥാനം എന്ന് പറയുന്നത് വർഗസമരമാണെന്ന് മാർക്സ് പറയുന്നു. എല്ലാ കാലഘട്ടത്തിലും ഉൽപാദന വ്യവസ്ഥയുടെ ഉടമകളും തൊഴിലാളികളും തമ്മിലുള്ള സംഘർഷമാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ അത് ജന്മി കുടിയാൻ എന്നായിരുന്നു, പിന്നെ അത് മുതലാളി തൊഴിലാളി എന്നായി. എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിൽ ഉൽപാദന വ്യവസ്ഥ ഉടമകളും അത് കൈയടക്കി വെച്ചിരിക്കുന്നവരും ഇനി അതിൽ ജോലി എടുക്കുന്നവരും തമ്മിലുള്ള സംഘർഷമാണുള്ളതെന്ന് മാർക്സ് പറയുന്നു. മുതലാളിത്ത സമൂഹത്തിൽ ബൂർഷ്വാസികളും പ്രൊലറ്റേറിയറ്റും തമ്മിലുള്ള സംഘർഷമാണ്. മുതലാളിത്ത വ്യവസ്ഥയിൽ അങ്ങനെ ഉൽപാദന വ്യവസ്ഥ ഉടമകളെ മാർക്സ് വിളിക്കുന്നത് ബൂർഷ്വാസികൾ എന്നാണ്, തൊഴിലാളികളെ മാർക്സ് വിളിക്കുന്നത് പ്രൊലറ്റേറിയറ്റ് എന്നാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സംഘർഷമാണ് മുതലാളിത്ത വ്യവസ്ഥയിൽ നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഫ്യൂഡൽ വ്യവസ്ഥയിൽ ജന്മി വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത് ജന്മിമാരും കുടിയന്മാരും തമ്മിലുള്ള സംഘർഷമാണെങ്കിൽ മുതലാളിത്തത്തിനകത്ത് അത് ബൂർഷ്വാസികളും പ്രൊലറ്റേറിയറ്റും തമ്മിലുള്ള സംഘർഷമാണെന്നും ഈ സംഘർഷത്തിന്റെ അവസാനം തൊഴിലാളികൾ അല്ലെങ്കിൽ പ്രൊലറ്റേറിയറ്റ് വിജയിക്കുമെന്നുമാണ് മാർക്സ് പറയുന്നത്. അങ്ങനെ വിജയിക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികൾക്ക് വർഗബോധം വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ വർഗ സമരത്തിന്റെ തിയറിക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയുള്ളത് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊലറ്റേറിയറ്റ് അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ സമഗ്രാധിപത്യം എന്ന കൺസെപ്റ്റാണ്. വിപ്ലവത്തിന് ശേഷം ഉടനടി കമ്മ്യൂണിസം സ്ഥാപിക്കാനാവില്ല. മാർക്സ് പറയുന്നത് ഈ തൊഴിലാളി വർഗം ഇതുപോലെ വർഗ സമരത്തിൽ ജയിച്ച് അധികാരം നേടിയാൽ ഉടൻ തന്നെ കമ്മ്യൂണിസം നടപ്പാക്കാൻ സാധിക്കില്ല എന്നാണ്. കമ്മ്യൂണിസം എന്നതുകൊണ്ട് മാർക്സ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, വർഗരഹിതമായിട്ടുള്ള ഭരണകൂടം പോലും ഇല്ലാത്ത ഒരു സമൂഹത്തെ, ആളുകൾ പരസ്പര സഹകരണത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഉൽപാദന പ്രക്രിയയും അതുപോലെ വിതരണവും നടത്തുന്ന ഒരു സാഹചര്യമാണ് മാർക്സ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സമൂഹം ഉടനടി രൂപീകരിക്കാൻ കഴിയില്ല. ആദ്യഘട്ടത്തിൽ മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥ തകർക്കണം. മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥ നമുക്കറിയാം, ഈ ഫാക്ടറികൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ സ്വകാര്യ ഉടമസ്ഥതയിലാണ് ഉണ്ടായിരിക്കുക. അത് തകർക്കണം. അതെല്ലാം പൊതു ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരണം. സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലേക്ക് ഇതെല്ലാം കൊണ്ടുവരണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഉൽപാദന വ്യവസ്ഥയുടെ ദേശസാൽക്കരണം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഈ ഫാക്ടറികൾ അതുപോലെ തന്നെ മറ്റ് ഉൽപാദന വ്യവസ്ഥകൾ അതെല്ലാം തന്നെ കൃഷിഭൂമി ഉൾപ്പെടെ എല്ലാം തന്നെ പൊതു ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെതാണ്, എല്ലാവരുടെയും പൊതുവായിട്ടുള്ളതാണ് അത് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അതിനെ ആദ്യം കൊണ്ടുവരണം. ആ ഒരു ഘട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊലറ്റേറിയറ്റ് ഉപയോഗിക്കേണ്ടതെന്നാണ് മാർക്സ് പറയുന്നത്. അടുത്തത് വരുന്നത് വിതറിങ് എവേ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അതായത് ഭരണകൂടം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം. നമ്മൾ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊലറ്റേറിയറ്റ് അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ സമഗ്രാധിപത്യം എന്നതുവരെയുള്ള ഘട്ടങ്ങൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള പല കമ്മ്യൂണിസ്റ്റ് സംവിധാനങ്ങളിലും ആ ഒരു ഘട്ടം എത്തുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഭരണകൂടം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കമ്മ്യൂണിസം വരുന്നത് നമ്മൾ പ്രായോഗിക തലത്തിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. മാർക്സ് പറയുന്നത് ഉൽപാദന വ്യവസ്ഥ തൊഴിലാളി വർഗം ഏറ്റെടുത്തതിന് ശേഷം ഭരണകൂടത്തിന്റെ ആവശ്യം ഇല്ലാതെയാകും. അത് ഭരണകൂടം പിരിച്ചുവിടുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇങ്ങനെ എല്ലാവരും ഒരു പരസ്പര സഹകരണത്തോടു കൂടി, കൃഷിക്കാർ എന്താണ്, ഭൂമി എല്ലാവരുടെയാണ്, എല്ലാവരും ഒരുമിച്ച് കൃഷി ചെയ്യുന്നു, അങ്ങനെയുള്ള രീതിയിലേക്ക് വരുന്നു. ഫാക്ടറിയിൽ ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഭരണകൂടത്തിന്റെ ആവശ്യം ഇല്ലാതെയാകും എന്നാണ് മാർക്സ് പറയുന്നത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് സമൂഹം എന്ന രീതിയിൽ സ്വയം പര്യാപ്തമായിട്ടുള്ള പ്രവർത്തനത്തിന് ആളുകൾ വിധേയരാകും. വൈരുദ്ധ്യങ്ങളും വർഗങ്ങളും ഇല്ലാത്ത, എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച്, എല്ലാവർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്ന തത്വത്തിൽ ഒരു സമൂഹം രൂപീകരിക്കപ്പെടുന്നതാണ് മാർക്സ് പറയുന്നത്. നമ്മൾ നേരത്തെ പറയേണ്ടത് വർഗരഹിതമായിട്ട് തൊഴിലാളികൾ മുതലാളികൾ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതെല്ലാം നമ്മുടെയാണ് എന്നുള്ള രീതിയിൽ ജോലി ചെയ്യുകയും അതിന്റെ ഫലം നേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും. ആ സാഹചര്യത്തിൽ പതിയെ പതിയെ ഭരണകൂടത്തിന്റെ ആവശ്യം ഇല്ലാതെയാകും. ആളുകൾ സ്വയം ഇതുപോലെ ചെറിയ ചെറിയ സമൂഹങ്ങളായിട്ട് ഓരോ പ്രദേശത്തും അവർ ചെയ്യുന്ന ജോലികൾ എല്ലാവരും കൂട്ടമായിട്ട് ചെയ്യുക എന്നുള്ള തരത്തിലേക്ക് വരും. അങ്ങനെ ഭരണകൂടത്തിന്റെ ആവശ്യം ഇല്ലാതെയാകും എന്നാണ് മാർക്സ് ഈ കമ്മ്യൂണിസത്തിന്റെ അവസാന ഘട്ടത്തിൽ പറയുന്നത്. ഇനി മാർക്സിസത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള വിമർശനം വരുന്നത് സാമ്പത്തിക മേഖലയിൽ മാത്രമാണ് മാർക്സ് കേന്ദ്രീകരിക്കുന്നത്, മറ്റ് സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ പരിഗണിക്കുന്നില്ല. ചരിത്രത്തെ വ്യാഖ്യാനിക്കുകയാണെങ്കിലും മാറ്റത്തെ വ്യാഖ്യാനിക്കുകയാണെങ്കിലും സാമ്പത്തികം എന്നുള്ള ഒരൊറ്റ വിഷയത്തിൽ മാത്രമാണ് മാർക്സ് കേന്ദ്രീകരിക്കുന്നത്. മറ്റ് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വിഷയങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ വിമർശനം വരുന്നത്. പിന്നെ പലപ്പോഴും മുതലാളി തൊഴിലാളി സംഘർഷമില്ലാതെ നല്ല ബന്ധവും ജീവിത സാഹചര്യമുണ്ട്. മാർക്സ് ഇത് എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ 18-19 നൂറ്റാണ്ടിലെ മുതലാളിത്തത്തിന്റെ സാഹചര്യം മാറി.
അന്ന് ഏറെക്കുറെ ഈ ചൂഷണത്തിന്റെ അവസ്ഥ തന്നെയാണ്. നമുക്കറിയാം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. അപ്പൊ മാർക്സിന്റെ കാലത്ത് അത് ചൂഷണം തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്നൊരു മാറ്റം വന്നിട്ട് മുതലാളി തൊഴിലാളി നല്ല രീതിയിലുള്ള ബന്ധം ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടായി. അപ്പൊ ആ ഒരു കാര്യം മാർക്സ് പരിഗണിച്ചിട്ടില്ല. പിന്നെ മിഡിൽ ക്ലാസ് എന്ന് മൂന്നാമതൊരു വർഗം കൂടി ഉടലെടുത്തു. അതും മാർക്സിന്റെ കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന പോലെ അന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു മുതലാളി വർഗം തൊഴിലാളി വർഗം എന്നുള്ള 2 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അതല്ലാതെ ആളുകൾ മുതലാളിയാണോ തൊഴിലാളിയാണോ എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മിഡിൽ ക്ലാസ് എന്ന തരത്തിലുള്ള ഒരു വിഭാഗം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള വിമർശനം ഭരണകൂടം ഇല്ലാത്ത അവസ്ഥ അപ്രായോഗികമാണ്. നമ്മൾ പറഞ്ഞത് സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള ഇത് പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇടങ്ങളിലെല്ലാം ഈ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊലറ്റേറിയറ്റ് അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ സമഗ്രാധിപത്യം എന്ന ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഈ ഭരണകൂടം ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളത് എവിടെയും പ്രായോഗികമായിട്ട് നടന്നിട്ടില്ല. അപ്പൊ അത് അപ്രായോഗികമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനമായിട്ടുള്ള വിമർശനം വരുന്നത്. ഇനി കാലഘട്ടത്തിനനുസരിച്ചിട്ട് മുതലാളി തൊഴിലാളി ബന്ധങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്സിന്റെ കാലഘട്ടത്തിലുള്ള മുതലാളി തൊഴിലാളി ബന്ധമല്ല ഇപ്പോൾ ഉള്ളത്. അതിൽ പല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഈ കൂലി കൊടുക്കുന്നതിൽ, വേതനം കൊടുക്കുന്നതിൽ വ്യത്യാസം, തൊഴിൽ സമയത്തിൽ വ്യത്യാസം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മാർക്സ് പരിഗണിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ബന്ധം കൊണ്ടുവരാൻ കഴിയുമെന്ന് മാർക്സ് ചിന്തിച്ചിട്ടില്ല. ഇത് തർക്കം മുറുകി ഇവർ തമ്മിലുള്ള ഈ ഒരു ഏറ്റുമുട്ടലാവും എന്നുള്ള രീതിയിലാണ് മാർക്സ് പ്രവചിച്ചിരുന്നത്. അതാണ് മാർക്സിസത്തിനെതിരായിട്ട് വരുന്ന അടുത്തൊരു വിമർശനം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.